ഫിത്നകൾ ധാരാളമായി വർദ്ധിച്ച ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. കുഴപ്പങ്ങളും അതുപോലെ തന്നെ പരീക്ഷണങ്ങളും വർദ്ധിച്ചിട്ടുണ്ട്. അതിൽ പ്രകടമായി കാണുന്ന, ബാഹ്യമായി കാണുന്നവയുണ്ട്, ആന്തരികമായ വസ്തുതകളുണ്ട്. പലപ്പോഴും നമ്മുടെയൊക്കെ മനക്കരുത്തിനെ ദുർബലമാക്കാൻ ഇത്തരം ഫിത്നകൾക്ക് സാധിക്കുന്നുമുണ്ട്. ഫിത്നകളിലകപ്പെട്ട് സ്വന്തം ഇച്ഛകളെയും സ്വന്തം ആഗ്രഹങ്ങളെയും മാത്രം ലാക്കാക്കി പ്രവർത്തിക്കുന്ന ഒരവസ്ഥയിലേക്ക് മനുഷ്യനെത്തുകയാണ്. ഓരോ ദിവസവും കഴിയും തോറും വരുന്ന ഫിത്നകളും പരീക്ഷണങ്ങളും കഴിഞ്ഞുപോയ ദിവസങ്ങളെക്കാൾ, വർഷങ്ങളെക്കാളൊക്കെ വലുതായി നമുക്ക് അനുഭവപ്പെടുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല എത്ര വരെ പറഞ്ഞു ഈ വിഷയത്തിൽ എന്ന് ചോദിച്ചാൽ, ഒരുത്തൻ അവന്റെ സഹോദരൻ കാരണമായി പോലും ഫിത്നയിലകപ്പെടാം, ആപത്തിലകപ്പെടാം, പരീക്ഷണങ്ങളിലകപ്പെടാം. വജഅൽനാ ബഅദക്കും ലിബഅദിൻ ഫിത്ന അതസ്ബിറൂൻ വകാന റബ്ബുക ബസീറ. അല്ലാഹു പറയുന്നത് അങ്ങനെയാണ്. വജഅൽനാ ബഅദക്കും ലിബഅദിൻ ഫിത്ന, നിങ്ങളിൽ നിന്ന് ചിലർക്ക് ചിലരെ നാം ഫിത്നയാക്കിയിട്ടുണ്ട്, പരീക്ഷണത്തിനുള്ള മാർഗമാക്കിയിട്ടുണ്ട്. അതസ്ബിറൂൻ, അവിടെയുള്ള ഫിത്ന അതൊരു ടെസ്റ്റാണ്. എന്താണ് ടെസ്റ്റ് എന്ന് ചോദിച്ചാൽ, സബറുണ്ടോ എന്നതാണ് പരീക്ഷണം. വകാന റബ്ബുക ബസീറ, നിങ്ങൾ വിചാരിക്കരുത് നിന്റെ റബ്ബ് ഇതൊന്നും കാണുന്നില്ല, കേൾക്കുന്നില്ല, നീ അനുഭവിക്കുന്നതോ അല്ലെങ്കിൽ നീ അറിയുന്നതോ ഒന്നും റബ്ബ് അറിയുന്നില്ല എന്ന് വിചാരിക്കരുത് എന്ന്. ഇവിടെയാണ് നമ്മൾ റബ്ബിനെക്കുറിച്ച് കുറച്ചുകൂടി ഗാഢമായി ചിന്തിക്കേണ്ടത്. സഹോദരങ്ങളെ, ഒരിക്കലും ഇത്തരം പ്രതിസന്ധികളുടെയോ കുഴപ്പങ്ങളുടെയോ ഫിത്നകളുടെയോ മുമ്പിൽ നാം അസ്വസ്ഥരാകരുത്. അതെത്ര കഠിനമായാലും ശരി, നമ്മൾ മനസ്സിലാക്കേണ്ടത് ജീവിതമെല്ലാം നമുക്ക് ഖൈറാണ്. പ്രത്യേകിച്ച് ജീവിതത്തിലെ പരീക്ഷണങ്ങൾ ഖൈറാണ്. അല്ലാഹു നമ്മുടെ റബ്ബ് റബ്ബുൽ ഖൈറാണ്, നന്മയുടെ റബ്ബാണ്, തിന്മയുടെ റബ്ബല്ല. നമ്മൾ അല്ലാഹുവിനോട് ചോദിക്കാറുള്ളത് നന്മകളാണ്, തിന്മയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴിയാണ് നമ്മൾ അല്ലാഹുവിനോട് ചോദിക്കാറുള്ളത്. അപ്പോൾ അല്ലാഹു റബ്ബുൽ ഖൈറാണ്. ഒരിക്കലും ആ റബ്ബ് നമ്മളെ തിന്മയിലേക്ക് കൊണ്ടുപോകില്ല, ഖൈറിലേക്കല്ലാതെ ഷെറിലേക്ക് കൊണ്ടുപോകും. ഒരിക്കലും ആ റബ്ബ് നമുക്ക് ഷെറ് ഉദ്ദേശിക്കുകയില്ല, ഖൈറ് മാത്രമേ അല്ലാഹു ഉദ്ദേശിക്കുകയുള്ളൂ. ആ റബ്ബിനെ ആ രീതിയിൽ അറിയുവാനാണ് നമുക്ക് സാധിക്കേണ്ടത്. നമുക്കൊരു പക്ഷേ നമ്മുടെ വീക്ഷണത്തിൽ ചിലത് ഷെറായിരിക്കാം, അതിൽ ഒളിഞ്ഞിരിക്കുന്ന ഖൈറിനെ നമുക്ക് ബോധ്യമാവും കുറച്ച് കഴിയുമ്പോൾ. നമ്മുടെ വീക്ഷണത്തിൽ ഖൈറായ ചിലത് ഷെറായിരിക്കും, ആ ഷെറിന് നമുക്ക് അപ്പം ബോധ്യമാവില്ല. പക്ഷെ നമ്മൾ നമ്മുടെ ബാഹ്യമായ വീക്ഷണം വെച്ച് ചിന്തിക്കുമ്പോഴാണ് അപകടം വരുന്നത്. അതുകൊണ്ട് നമ്മൾ ചിന്തിക്കേണ്ടത്, ഒരു കാരണവശാലും ഒരു തരത്തിലുള്ള പ്രതിസന്ധികളുടെ മുമ്പിലും നാം ദുർബലരാകാൻ പാടില്ല. നമ്മൾ പൊട്ടിപ്പോകരുത്. അത് ഏത് രീതിയിലുള്ള പ്രതിസന്ധികളും പരീക്ഷണങ്ങളുമായാലും ശരി. ദുനിയാവിലാണ് നമ്മൾ ജീവിക്കുന്നത് എങ്കിൽ അത് നമുക്ക് ഉറപ്പുണ്ടല്ലോ. അങ്ങനെയെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇവിടെ ഇബ്തിലാഅത്തുകളും ഫിത്നകളും പരീക്ഷണങ്ങളും പ്രതിസന്ധികളും ഉണ്ടാകും എന്നാണ്. നമ്മളോട് അല്ലാഹു പറഞ്ഞത്, അല്ലാഹു നിശ്ചയിച്ചു തന്നിട്ടുണ്ട് ആ പ്രതിസന്ധികളിൽ നിന്ന്, ആ പരീക്ഷണങ്ങളിൽ നിന്നൊക്കെ കരകയറാനുള്ള വഴികൾ. ആ വഴികളിലൂടെ പോവുക മാത്രമാണ് നാം ചെയ്യേണ്ടത്. അത്രേ നമ്മൾ ചെയ്യേണ്ടതുള്ളൂ. അധ്വാനിക്കുക, പരിശ്രമിക്കുക, ബാക്കി നമ്മളെടുത്തല്ല. എങ്ങനെ ഈ പ്രതിസന്ധിയിൽ നിന്ന് കരകയറും ആലോചിച്ച് ചിന്തിച്ച് പരിശ്രമിക്കുക, ബാക്കി നമ്മളെടുത്തല്ല. അതിൽ നിന്ന് കരകയറ്റേണ്ടത് അല്ലാഹുവാണ്, ആശ്വാസം തരേണ്ടത് അല്ലാഹുവാണ്. അത് നമുക്ക് എപ്പോഴും ബോധമാണ്. നമ്മൾ പണിയെടുത്താൽ മതി, അതാണ് നമ്മൾ വേണ്ടത്. നോക്കൂ, നമുക്ക് എപ്പോഴെങ്കിലും ഇതൊന്നും മനസ്സിലാകാതെ പോകുന്നുണ്ടെങ്കിൽ, എന്റെ കരുത്ത് ചോർന്നുപോയി, എന്റെ ഊർജം നഷ്ടപ്പെട്ടു, എനിക്ക് എന്നെ തന്നെ ഇനി നിയന്ത്രിക്കാൻ കഴിയില്ല എന്നൊക്കെ ചിലപ്പോ പ്രതിസന്ധികളുടെ ഉച്ചയിൽ നിൽക്കുന്ന ചില ആളുകൾ അങ്ങനെയൊക്കെ വർത്തമാനം പറയാറുണ്ട്. ചിലപ്പോൾ നമുക്കങ്ങനെ
നമുക്ക് തന്നെ അങ്ങനെ അനുഭവം ഉണ്ടായിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മളുടെ പാത തെറ്റിപ്പോയിട്ടുണ്ട് എന്നതാണ്. നമ്മുടെ ദിശ തെറ്റിപ്പോയിട്ടുണ്ട്. നമ്മൾ യഥാർത്ഥ ദിശയിലേക്ക് തിരിച്ചു വരണം. ഉടനെ നാം റബ്ബിലേക്ക് മടങ്ങണം. ഇസ്തിഗ്ഫാർ നടത്തണം. ജീവിതത്തെ നാം പരിശോധിക്കണം. എവിടെയോ ചില സ്പെല്ലിംഗ് മിസ്റ്റേക്കുകളൊക്കെ വന്നിട്ടുണ്ട്. ഇസ്തിഗ്ഫാർ നടത്തണം. കാരണം എന്താ വെച്ചാൽ നമ്മൾ അറിയേണ്ടത് നമ്മുടെ പാപങ്ങളാണ് നമുക്ക് പരീക്ഷണങ്ങളെ കടുപ്പമുള്ളതാക്കി മാറ്റുന്നത്, ബേജാറാക്കി മാറ്റുന്നത്. കടുപ്പം എന്ന് പറഞ്ഞാൽ അതാ, എനിക്കിത് തരണം ചെയ്യാൻ കഴിയുകയില്ല എന്നൊരു ബോധത്തിലേക്ക് നമ്മൾ എത്തുന്നുവെങ്കിൽ അതിനർത്ഥം അതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഹദീസിൽ പഠിപ്പിച്ചു, ഇന്നൽ മുഅ്മിന യറാ ദുനൂബഹു കഅന്നഹ ഫീ അസ്ലി ജബൽ. ഒരു വിശ്വാസി തന്റെ തെറ്റുകളെ കാണുക അവനൊരു പർവ്വതത്തിന്റെ മീതെ ഇരിക്കുന്നത് പോലെയാണ്. ഒരു പർവ്വതത്തിന്റെ മീതെ ഇരിക്കണം. അപ്പൊ സ്വാഭാവികമായിട്ട് യഖാഫു അൻ യഖഅ അലൈഹി, അവന് പേടിയുണ്ടാവും ഈ പർവ്വതം പൊട്ടി എന്റെ മേലെ വീഴുമോ. എന്നാൽ ഇന്നൽ ഫാജിറ യറാ ദുനൂബഹു കദുബാബിൻ വഖഅ അലാ അൻഫിഹി. ഒരു വിശ്വാസിയല്ലാത്ത ഒരുത്തൻ അവന്റെ തിന്മകളെ, തെറ്റുകളെ കാണുക അവന്റെ മൂക്കിന്റെ തുമ്പത്ത് വന്നിരുന്ന ഒരു ഈച്ചയെ പോലെയാണ്. വലിയ പ്രശ്നമൊന്നുമില്ലല്ലോ, ഈച്ച ആട്ടിയാൽ പോകും. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ എവിടെയാണ് എന്നതാണ്. എവിടെയാണ് നാം എന്നതാണ്. നമ്മൾ ഇതിൽ എവിടെ നിൽക്കുന്നു എന്ന്. ചെറിയ ഒരു തിന്മകൾ പോലും ജീവിതത്തിൽ വരുമ്പോഴേക്ക് നമുക്ക് ഒരു പ്രയാസം, ഒരു ബേജാറ് വരികയും അതിൽ നിന്ന് ഇസ്തിഗ്ഫാർ വരികയും ചെയ്യുന്നുവെങ്കിൽ ഏത് പ്രതിസന്ധികളെ നേരിടാനുള്ള കരുത്തും അള്ളാഹു നമുക്ക് നൽകും. അതാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല എന്ന് പറയുന്നത്. അള്ളാഹുവിനെ നമ്മൾ അങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്. അള്ളാഹുവിനെ നമ്മളൊരു കാര്യം ഏൽപ്പിച്ചാൽ അള്ളാഹു അതിനെ ഒരിക്കലും പാഴാക്കുകയില്ല. അത് നമ്മുടെ സ്വന്തത്തെ ആയാലും, നമ്മുടെ ആരോഗ്യത്തെ ആയാലും, നമ്മുടെ ബിസിനസ്സിനെ ആയാലും, നമ്മുടെ മക്കളെ ആയാലും, നമ്മുടെ കുടുംബത്തെ ആയാലും. പക്ഷെ അള്ളാഹിനെ ഏൽപ്പിക്കണം. അള്ളാഹിനെ ഏൽപ്പിക്കുന്നിടത്ത് നമുക്ക് ദുർബലത വരാൻ പാടില്ല. അള്ളാഹു പോരാത്തതാണ് എന്നൊരു തോന്നൽ നമ്മുടെ ഇടയിലേക്ക് കടന്നു വരാൻ പാടില്ല. നമ്മളൊരാൾ വഞ്ചിച്ചു നോക്കുക, വഞ്ചിച്ചാൽ പോലും അവിടെ നമ്മൾ ആ വഞ്ചകനെ പോലെ തിരിച്ച് വഞ്ചിക്കുക എന്നത് അബദ്ധമാണ്. നമ്മളെപ്പോഴും മനസ്സിലാക്കണം. പലപ്പോഴും നമുക്ക് നമ്മുടെ മനസ്സ് നമ്മളോട് ഇങ്ങനെ പറയും ന്യായമായിട്ട്, ഇതെനിക്ക് ചെയ്താൽ എന്ന്. അവിടെയാണ് യഥാർത്ഥത്തിൽ നമ്മൾ ചോർന്നു പോകുന്നത്. അത് നമ്മൾ മനസ്സിലാക്കണം. നമ്മളെപ്പോഴും അത് മനസ്സിലാക്കിക്കൊണ്ടിരിക്കണം. നോക്കൂ, നമ്മുടെ ശക്തിയും കഴിവൊന്നുമല്ല ദുനിയാവ് നമുക്ക് ഓരോ ദിവസവും മനസ്സിലാകാൻ തുടങ്ങിയില്ലേ. എത്ര സംഭവങ്ങളാണ് നമ്മുടെ മുമ്പിൽ. എത്ര ടെക്നോളജി വികസിച്ചിട്ട് പോലും ഒരു മനുഷ്യനെ കണ്ടെത്താൻ ഇതുവരെ സാധിക്കാത്ത ദുർബലരായി നമ്മൾ മാറിയില്ലേ. 10 ദിവസം കഴിഞ്ഞിട്ട് നമ്മളൊന്നുമല്ല. നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ പറയണം അല്ലാഹുവിനോട്, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അവിടെയാണ് നമ്മൾ തോറ്റുപോകുന്നത്. നമുക്കത് പറയാൻ കഴിയണം. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. അവിടെ നോക്കൂ, അള്ളാഹ് നമ്മൾ ഒഴിവാക്കുക. നമ്മൾ അള്ളാഹുവിനോട് എല്ലാ ദിവസവും എല്ലാ നമസ്കാരവും കഴിഞ്ഞിട്ട് ഒരു വാക്ക് പറയാറില്ലേ, അല്ലാഹുമ്മ അഇന്നി അലാ ദിക്രിക വ ശുക്രിക വ ഹുസ്നി ഇബാദതിക. അത് പറയുമ്പോൾ ആലോചിച്ചിട്ടുണ്ടോ അതിന്റെ കടുപ്പം എത്രയാണെന്ന്? എന്താ ചോദിച്ചത്? ആ അള്ളാഹു നമ്മൾ ഒഴിവാക്കുമോ? അല്ലാഹുമ്മ അഇന്നി അലാ ദിക്രിക വ ശുക്രിക വ ഹുസ്നി ഇബാദതിക. അള്ളാഹുവേ, നിന്നെ ഓർക്കാൻ, നിനക്ക് നന്ദി ചെയ്യാൻ, നിനക്ക് നല്ല രീതിയിൽ ഇബാദത്ത് ചെയ്യാൻ എന്നെ നീ സഹായിക്കണമെന്ന് പറഞ്ഞ അള്ളാഹു നമ്മൾ ഒഴിവാക്കും. ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുന്നുണ്ട് മനുഷ്യന്റെ ഖൽബിനെ ബാധിക്കുന്ന 2 രോഗങ്ങളെക്കുറിച്ച്. ആ 2 രോഗങ്ങളെ കണ്ടുപിടിച്ചിട്ടെങ്കിൽ അബദ്ധമാണ് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ആ 2 രോഗങ്ങൾ നമ്മളെ നശിപ്പിച്ചു കളയും. അൽ ഖൽബു യഅരിദു ലഹു മറദാനി അദീമാനി ഇല്ലം യതദാറകഹൽ അബ്ദു തറാമയ ഇലത്തലഫ് വലാബുദ്. നശിച്ചു പോകുന്ന പറഞ്ഞു, നശിച്ചു പോകും. ആ നാശമാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ഈ ദുർബലത. നമ്മൾ ശരിക്കും മനസ്സിലാക്കണത് അതേതാ? അദ്ദേഹം പറഞ്ഞു റിയാഉ വൽ കിബ്ർ. ഒന്നാമത്തേത് റിയാ ആണ്. മറ്റുള്ളവർക്ക് വേണ്ടി, മറ്റുള്ളവർ കാണാൻ വേണ്ടി നമ്മൾ കർമ്മങ്ങളായിത്തീരുന്നു.
രണ്ടാമത്തേത് കിബറാണ്. കിബർ, അഹങ്കാരം. റിയായിൽ നിന്ന് മോചനം നേടാനുള്ള പ്രാർത്ഥനയാണ് ഇയ്യാക നഅ്ബുദു എന്നത്. എല്ലാവരും ശ്രദ്ധിക്കണം. അത് ഇയ്യാക നഅ്ബുദു എന്ന് ദിവസവും ഇത് നമ്മളോട് 17 പ്രാവശ്യം ചുരുങ്ങിയത് പറയിപ്പിക്കുന്നത് എന്തിനാന്ന് ചോദിച്ചാൽ നമ്മൾ ശക്തരാകാൻ വേണ്ടിയാണ്. കിബറിന്ന് രക്ഷപ്പെടാനാണ് ഇയ്യാക നസ്തഈൻ. എനിക്കൊന്നും കഴിയില്ല റബ്ബേ, അതുകൊണ്ട് ഞാൻ നിന്നോട് ചോദിക്കുന്നു. ഇത് നമ്മൾക്ക് ഈ ഒരു വികാരത്തോടുകൂടി ഇത് നമുക്ക് പറയാൻ സാധിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ നമ്മൾ കരുത്തുള്ളവരാകുക. നമ്മുടെ കരുത്ത് ചോർന്നു പോയതിന്റെ വിഷയം അതാണ്. അല്ലാതെ ഒന്നും നമുക്ക് സത്യത്തിൽ സംഭവിച്ചിട്ടില്ല. നോക്കൂ, നമ്മൾ മരിച്ചാൽ പോലും നമ്മൾ മനസ്സിലാക്കേണ്ടത് മരിക്കാത്ത റബ്ബുണ്ട് എന്നാ. ഒരിക്കലും മരിക്കാത്ത റബ്ബുണ്ട്. നമ്മൾ മരിച്ചു, എന്റെ മക്കളിനി എന്താവും ആലോചിച്ച് ബേജാറാണല്ലേ കുറെ ആൾക്കാർ. ദുർബലമാണല്ലേ. നമ്മൾ നോക്കിയതിനേക്കാൾ ഭംഗിയായി നമ്മുടെ റബ്ബ് നമ്മളെ നോക്കുന്നേ. നമ്മുടെ റബ്ബ് നമ്മളെ മക്കളെ നോക്കുന്നേ, നമ്മളെ കുടുംബത്തെ നോക്കുന്നു. എന്തേ ഈ ഒരു ചിന്തയിലേക്ക് നമുക്ക് എത്താൻ സാധിക്കുക എന്നതാണ് നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ട ഒരു സംഗതി. അല്ലാഹു നമ്മുടെ ഹൃദയത്തിന് മിടിക്കാനുള്ള അനുവാദം നൽകിയിട്ടില്ലെങ്കിൽ നമ്മുടെ ജീവൻ പോലെ. അതാര് തരണം? ഏതെങ്കിലും മെഷീനറികൾക്ക് സാധിക്കുമോ? സാധിക്കൂല എന്ന് നമ്മൾ ഇപ്പൊ തെളിയിച്ചില്ലേ? അങ്ങനെ സാധിക്കുമെങ്കിൽ പൈസക്കാരൊക്കെ രക്ഷപ്പെടണ്ടേ? രക്ഷപ്പെടില്ലല്ലോ സഹോദരന്മാരെ. അള്ളാഹു നമ്മുടെ കൺപോളകൾക്ക് അടക്കാനുള്ള അനുവാദം നൽകിയില്ല എങ്കിൽ നമ്മുടെ കണ്ണുകൾ ചത്തുപോലെ, നശിച്ചുപോലെ. കണ്ണുകളുടെ ഈ പോളകൾക്ക് അടക്കാനുള്ള അനുവാദം നമുക്ക് കഴിയോ? നമ്മൾ ചിന്തിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ചിന്തിക്കാനുള്ള കഴിവ് തന്നിട്ടില്ലായിരുന്നുവെങ്കിൽ നമ്മൾ നശിച്ചുപോകൂലേ? അല്ലാഹു തന്നതല്ലേ ചിന്തിക്കാനുള്ള കഴിവ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഓരോന്ന് പറയുമ്പോഴും കടുപ്പമുള്ള പരീക്ഷണം നമ്മുടെ ഉള്ളിലേക്ക് വരും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ നാവിന് രുചിക്കാനുള്ള കഴിവ് തന്നിട്ടില്ലെങ്കിൽ എന്തിനു പറ്റും? നമ്മൾ എത്ര കോടി ചെലവഴിച്ചാലും രുചി എന്ന ടേസ്റ്റ് നമുക്ക് കിട്ടുമോ? അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ സ്കിന്നിന്, ത്വക്കിന് അറിയാനുള്ള, തൊട്ടാൽ അറിയില്ല ഇപ്പം, അറിയാനുള്ള ആ ഒരു കഴിവ് അല്ലാഹു നൽകിയിട്ടില്ല എങ്കിൽ നമ്മൾ എന്താവും? അതുകൊണ്ട് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. നമുക്ക് തെറ്റിപ്പോയിട്ടുണ്ട് ഒരുപാട് സ്ഥലത്ത്. നമ്മളിത് മനസ്സിലാക്കുന്ന സഹോദരന്മാരെ, ഞാൻ ഓതി വെച്ച സൂറത്തു സുമറിൽ അല്ലാഹു ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. ഭയങ്കര ചോദ്യം. ആ ചോദ്യം നമ്മുടെ ഉള്ളിലേക്ക് എത്തണം, എത്തുന്നില്ല. ആ ചോദ്യം ഭയങ്കരമാണ്. എന്താ ചോദ്യം? അലൈസല്ലാഹു ബികാഫിൻ അബ്ദഹു, അലൈസല്ലാഹു ബികാഫിൻ അബ്ദഹു. തന്റെ അടിമക്ക് അല്ലാഹു പോരാ എന്ന് തോന്നുന്നുണ്ടല്ലേ? നമുക്ക് തോന്നിയില്ലേ? തോന്നിച്ചതെന്താ? ആ അല്ലാഹു നൽകിയ അനുഗ്രഹങ്ങളാണ്. അലൈസല്ലാഹു ബികാഫിൻ അബ്ദഹു. അലൈസ പോരല്ലേ? ഒരു വല്ലാത്ത ചോദ്യ. അലൈസല്ലാഹു ബികാഫിൻ അബ്ദഹു വയുഖവ്വിഫൂനക ബില്ലദീന മിൻ ദൂനി. പോരാന്ന് നമുക്ക് തോന്നി എപ്പോഴാണെന്നറിയോ? അള്ളാഹുവിന് പുറമെ മറ്റു പലതുകൊണ്ടും നമ്മളെ പേടിപ്പിച്ചു അവര്. അപ്പോഴാ നമ്മളോട് പറഞ്ഞു അത് നശിക്കും, അത് പോകും, ഇത് പോകും. പല സാധനങ്ങളെയും കൊണ്ടുവന്നിട്ടാണ് പേടിപ്പിച്ചത്. വമൻ യുദ്ലില്ലാഹു ഫമാ ലഹു മിൻ ഹാദ്. അള്ളാഹു ആരെങ്കിലും പഴവിലാക്കിയാൽ അവന് വഴികാട്ടാൻ ആരുമില്ല. വമൻ യഹ്ദില്ലാഹു ഫമാ ലഹു മിൻ മുദ്ൽ. അള്ളാഹു ആർക്കെങ്കിലും ഹിദായത്ത് കൊടുത്താൽ അവനെ വഴിപഴപ്പിക്കാൻ ആർക്കും കഴിയുകയില്ല. എന്താ അങ്ങനെ പറഞ്ഞാൽ? വഴിപഴക്കുന്ന മാർഗം അള്ളാഹു കാണിച്ചു തന്നിട്ടുണ്ട്, ഹിദായത്തിന്റെ മാർഗവും അള്ളാഹു കാണിച്ചു തന്നിട്ടുണ്ട്. ഒരാള് കൽപ്പിച്ചു കൂട്ടി വഴിപഴക്കുന്ന മാർഗത്തിലൂടെ പോകും തീരുമാനിച്ച ഒരു രക്ഷയില്ല. അള്ളാഹു അല്ല എന്നെ സംരക്ഷിക്കുന്നത്, എനിക്ക് അള്ളാഹു പോരാ എന്ന ഒരു ചിന്ത, അതാണ് വലാലത്ത്. ആ ചിന്തയിലേക്ക് ഒരാൾ പോയാൽ അയാളെ പിടിച്ചു കൊണ്ടുവരാൻ കഴിയില്ല. കാരണം അവൻ അള്ളാഹു സ്വാതന്ത്ര്യം നൽകിയിട്ടുണ്ട്. നമ്മൾക്ക് പറയില്ലേ നമുക്ക് സ്വാതന്ത്ര്യം വേണം?
പൗരസ്വാതന്ത്ര്യം ഏറ്റവും കൂടുതൽ നൽകിയത് അള്ളാഹുവാണ്. അതാണ് തെരഞ്ഞെടുക്കാനുള്ള അവകാശം നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ അള്ളാഹു ഹിദായത്ത് നൽകിയ ഒരാൾ ദലാലത്തിലെത്തൂല. അഥവാ അള്ളാഹു നിശ്ചയിച്ച ഹിദായത്തിന്റെ മാർഗത്തിലൂടെ ഒരാൾ ചരിച്ചാൽ അയാൾ ഒരിക്കലും ദലാലത്തിലേക്ക് പോകില്ല. പ്രശ്നം അവിടെയാണ്. എന്നിട്ട് അന്ന് ചോദിച്ചത് അലൈസല്ലാഹു ബി അസീസിൻ ദിൻതിഖാം, അള്ളാഹു പ്രതാപിയല്ലേ? സംശയമുണ്ടല്ലോ നിങ്ങൾക്കല്ലേ? അള്ളാഹു ദിൻതിഖാം അല്ലേ? ശിക്ഷാ നടപടി എടുക്കുന്നവനല്ലേ? അള്ളാഹു വെറുതെ ശിക്ഷിക്കൂല. അള്ളാഹുവിന്റെ ശിക്ഷയുടെ സവിശേഷത പോലും അനേകം പരീക്ഷണങ്ങളുടെ ശേഷമാണ്. ഒരുപാട് പരിശോധിച്ച ശേഷം അള്ളാഹു ശിക്ഷിക്കൂ. ഇവിടെ അലൈസല്ലാഹു ബികാഫിൻ അബ്ദഹു, അവിടേക്കാണ് നമ്മൾ സഹോദരന്മാരെ എത്തേണ്ടത്. നമുക്ക് അള്ളാഹു മതി എന്ന ഒന്നിലേക്ക്. എന്തിൽ? എല്ലാറ്റിലും അള്ളാഹു മതി. നമുക്ക് റബ്ബായി അള്ളാഹു മതി, നമുക്ക് ഇലാഹായി അള്ളാഹു മതി, നമുക്ക് റാസിഖായി ഉപജീവനം നൽകുന്നവനായി അള്ളാഹു മതി, നമുക്ക് സംരക്ഷകനായി അള്ളാഹു മതി, നമുക്ക് നമ്മളെ ചികിത്സിക്കുന്നവനായി, നമുക്ക് ശിഫ നൽകുന്നവനായി അള്ളാഹു മതി, നമുക്ക് മുദബ്ബിറായി നമ്മെ നിയന്ത്രിക്കുന്ന, നാം നിയന്ത്രിക്കുന്നവരെ പോലും നിയന്ത്രിക്കുന്നവനായി അള്ളാഹു മതി. അള്ളാഹു ചുരുക്കി പറഞ്ഞിട്ടുണ്ട് ഇതെല്ലാവരും കൂടി. അതിങ്ങനെയാണ്: അള്ളാഹു വലിയുല്ലദീന ആമനു. അള്ളാഹു വലിയുല്ലദീന ആമനു. എന്റെ വലിയാരാ? എന്റെ പ്രൊട്ടക്ടർ ആരാ? അത് അള്ളാഹുവാണ്. വമാ ലക്കും മിൻ ദൂനില്ലാഹി മിൻ വലിയ്യിൻ വലാ നസീർ. ഇല്ല, ആരും നിങ്ങൾക്ക് വലിയായില്ല, ആരും നിങ്ങൾക്ക് സഹായിയായില്ല. നമ്മുടെ പണം, നമ്മുടെ സ്വത്ത്, നമ്മുടെ സ്വാധീനം, നമ്മുടെ സർട്ടിഫിക്കറ്റുകൾ, നമ്മുടെ വിദ്യാഭ്യാസം, നമ്മുടെ ബാങ്ക് ബാലൻസ്, നമ്മുടെ സൗന്ദര്യം, നമ്മുടെ യശസ്സ്, വമാ ലക്കും മിൻ ദൂനില്ലാഹി മിൻ വലിയ്യിൻ വലാ നസീർ. യൂസുഫ് അലൈഹിസ്സലാം പ്രാർത്ഥിച്ചില്ലേ? നമ്മൾ എപ്പോഴെങ്കിലും പ്രാർത്ഥിച്ചിട്ടുണ്ടോ? അൻത വലിയ്യി ഫിദ്ദുനിയ വൽ ആഖിറ, അൻത വലിയ്യി ഫിദ്ദുനിയ വൽ ആഖിറ, തവഫനി മുസ്ലിമൻ വഅൽഹിഖ്നി ബിസ്സാലിഹീൻ. അൻത വലിയ്യി, നീയാണ് എന്റെ വലിയ്യ്. നീ റബ്ബി നമ്മൾ ഒഴിവാക്കോ? അത് പറഞ്ഞാൽ നമ്മളങ്ങനെ കരുതുന്നുണ്ടോ? ഒഴിവാക്കുന്നു. ഏതെങ്കിലും പരീക്ഷണങ്ങളിൽ നമ്മളെ മുട്ടുകുത്തി വീഴ്ത്തുവോ അല്ലാഹ്? പക്ഷെ അത് പറഞ്ഞാൽ പോരാ, ഉള്ളിൽ നിന്ന് വരണം. സദമേലെ നമ്മൾ എപ്പോഴും ചിന്തിക്കണം, ഈ റബ്ബിനെ വിട്ട് നമ്മൾ ഏതൊക്കെ ആരുടെയൊക്കെ വാതിലിന് മുട്ടിയോ റബ്ബ് നമ്മൾ ഒഴിവാക്കും. കാരണം എന്തായി? ആ മുട്ടിയ വാതിലിനെ നാം വലിയാക്കി. അതാരെയായാലും എന്തിനെയായാലും ശരി. അതാണ് അതാന്റെ ചോദ്യം. അലൈസല്ലാഹു ബികാഫിൻ അബ്ദ. അല്ല പോരെ? അല്ല പോരാ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? ഇവിടെ സത്യത്തിൽ നമ്മളെ ഭയപ്പെടുത്തിയതാണ്. ആരൊക്കെയോ കൂടി നമ്മളെ ഭയപ്പെടുത്തിയതാണ്. അതാണ് അള്ളാഹു തുടർന്ന് പറഞ്ഞത്. ആ ഭയം നമ്മളെ വല്ലാതെ ഗ്രസിച്ച് കളഞ്ഞു. നമ്മുടെ ആരോഗ്യം നശിച്ചു, നമ്മുടെ സാമൂഹ്യ ജീവിതം നശിച്ചു, നമ്മുടെ കുടുംബജീവിതം നശിച്ചു. നമ്മൾ പറ്റ മോശമായി പോയി. ഇതിൽ നമുക്ക് രക്ഷപ്പെടണം സഹോദരന്മാരെ. ഇത് നമ്മൾ രക്ഷപ്പെടണം. ഇത് രക്ഷപ്പെട്ടേ അടങ്ങാവൂ. അതായിരിക്കണം നമ്മുടെ ഉള്ളിലുള്ള വികാരം. അതുകൊണ്ടാണ് ഇത് പറഞ്ഞ ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല തുടർന്ന് പറയുന്ന ഒരു സംഗതിയുണ്ട്. വലഇൻ സഅൽതഹും മൻ ഖലഖസ് സമാവാതി വൽ അർദ് ലയഖൂലുന്ന അല്ലാഹ്. നീ അവരോട് ചോദിച്ചു നോക്കൂ, ആരാണ് ആകാശങ്ങളും ഭൂമിയും സൃഷ്ടിച്ചത്? ഉറപ്പിച്ചു പറയും അല്ലാഹുവാണ്. നമ്മളൊക്കെ പറയില്ലേ? ഉറപ്പിച്ചു പറയും. ഒരു സംശയവും നമുക്കില്ല, നമുക്കാർക്കും കഴിയില്ല. അതുകൊണ്ട് അല്ലാഹുവാണ് സൃഷ്ടിച്ചത്, ഉറപ്പ്. ഖുൽ, അപ്പം അല്ലാഹു ഒരു ചോദ്യം ചോദിക്കട്ടെ. അഫറഅയ്തും മാ തദ്ഉന മിൻ ദൂനില്ലാഹ്. എന്നാ പിന്നെ അല്ലാഹു അല്ലാത്തവരോട് നിങ്ങൾ കുറെ ദുആ ചെയ്യുമല്ലോ, അതിനെക്കുറിച്ച് എന്താ നിങ്ങളുടെ അഭിപ്രായം? ആകാശവും ഭൂമിയും സൃഷ്ടിച്ച അല്ലാഹുണ്ടെങ്കിൽ ഭയങ്കര. നമ്മുടെ ബുദ്ധിയുടെ ഉള്ളിലേക്ക് അല്ലാഹു പ്രവേശിക്കുകയാണ്. നമ്മുടെ ബുദ്ധിയെ അല്ലാഹു തുറക്കുകയാണ്. ഒന്നാമത്തെ ചോദ്യം അതാണ്. അഫറഅയ്തും മാ തദ്ഉന മിൻ ദൂനില്ലാഹ്. അതെന്തായാലും ആരെയാണോ നാം വിളിക്കുന്നത്, ചിലപ്പോൾ മരിച്ചവരെയായിരിക്കും, ചിലപ്പോൾ ജീവിച്ചിരിക്കുന്നവരെയായിരിക്കും, ചിലപ്പോൾ നമ്മുടെ സമ്പത്തിനെയായിരിക്കും, ചിലപ്പോൾ നമ്മുടെ ബിസിനസ്സിനെയായിരിക്കും, പലതിനെയും വിളിക്കുന്നുണ്ട് നമ്മൾ.
അതാണ് തദ്ഉന പറഞ്ഞു. പലതിനെയും വിളിക്കുന്നുണ്ട്, ആരെ മാത്രം വിളിച്ചില്ല? അതാണ് പ്രശ്നം. ഹയ്യായ ഖയ്യൂമായ റബ്ബിനെ മാത്രം വിളിച്ചില്ല. അവൻ മാത്രം ഉള്ളിൽ വന്നില്ല, ബാക്കിയൊക്കെ വന്നു. പ്രശ്നങ്ങൾ വന്നപ്പോ, പ്രയാസങ്ങൾ വന്നപ്പോ ബാക്കിയൊക്കെ ഉള്ളിലേക്ക് വന്നു. ആ മാത്രം അല്ലാഹ് വീണ്ടും ചോദിക്കുക, രണ്ടാമത്തെ ചോദ്യം, ഇൻ അറാദനി അല്ലാഹു ബിദുർരിൻ ഹൽ ഹുന്ന കാശിഫാതു ദുർരി. പറയണം, എനിക്കൊരു പ്രയാസം വന്നാൽ എന്റെ പ്രയാസങ്ങളെ ലഘൂകരിക്കാൻ, അതിനെ നീക്കിക്കളയാൻ ഈ ഞാൻ വിളിച്ച ആർക്കെങ്കിലും കഴിയുമോ? എന്തിനെങ്കിലും കഴിയുമോ? എന്റെ സ്വാധീനത്തിന് കഴിയുമോ? അങ്ങനെയല്ലേ നമ്മൾ വിചാരിച്ച പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ്, രാഷ്ട്രീയ സ്വാധീനം ഉണ്ടായ ഒക്കെ ആയി എന്ന് വിചാരിച്ച പമ്പര വിഡ്ഢിയായ മുസ്ലിം നടക്കണേ കഴിയോ? ഇല്ല സഹോദരന്മാരെ, ഇല്ല, കഴിയില്ല. മൂന്നാമത്തെ ചോദ്യം അല്ലാഹു ചോദിക്കുന്നുണ്ട്, ഔ അറാദനി ബിറഹ്മത്തിൻ ഹൽ ഹുന്ന മുംസികാതു റഹ്മതി. അല്ലാഹു എനിക്കൊരു റഹ്മത്ത് നൽകാൻ വിചാരിച്ചാൽ ആ റഹ്മത്തിനെ പിടിച്ചു വെക്കാൻ ഇവരെല്ലാവരും കൂടിയാ പറ്റുമോ? കഴിയോ? സാധിക്കോ? സാധിക്കൂല അല്ലെ? എങ്കിൽ ഖുൽ, പറയണം, ഹസ്ബിയല്ലാഹ്, ഹസ്ബിയല്ലാഹ്. ആദ്യം ചോദിച്ച ചോദ്യത്തിന്റെ ചോദ്യം എന്തായിരുന്നു? അലൈസല്ലാഹു ബികാഫിൻ അഅ്ബദഹു. അവസാനം ഉത്തരം പറഞ്ഞു, ഹസ്ബിയല്ലാഹ്, എനിക്കല്ലാഹ് മതി, എനിക്കല്ലാഹ് മതി. പറയാൻ അല്ലാഹുവിന്റെ കൽപ്പനയാണ്. പക്ഷേ നാവുകൊണ്ട് ചിലപ്പോൾ പറയും. പ്രശ്നങ്ങളുടെ പച്ചയായ അവസ്ഥയിലേക്ക് എത്തുമ്പോൾ പതറിപ്പോവും. അവിടെയാണ് നമ്മൾ രക്ഷപ്പെടേണ്ടത്. ഹസ്ബി അല്ലാഹ്. എന്നിട്ട് അല്ലാഹു ഒരു കാര്യം കൂടി പറഞ്ഞാണ് അവസാനിപ്പിച്ചത്, അലൈഹി യതവക്കലുൽ മുതവക്കിലൂൻ. അവനിലാണ് യഥാർത്ഥത്തിൽ ഭരമേൽപ്പിക്കുന്നവർ ഭരമേൽപ്പിക്കുക. ഇവിടെ സഹോദരന്മാരെ, ഞാൻ പറഞ്ഞു വന്നത്, നമ്മളൊക്കെ ചിന്തിക്കണം നമ്മളെക്കുറിച്ച്. എവിടെയോ ഈ ഒരു വിഷയത്തിൽ പാകപ്പിഴവ് വന്നിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ പറയാറുണ്ടാവും, ലഹൗല ഖുവത ഇല്ലാ ബില്ലാഹ് പറയാറുണ്ട്, ഹസ്ബി അല്ലാഹ് പറയാറുണ്ട്, തവക്കൽതു അലല്ലാഹ് എന്ന് എഴുതി ഒട്ടിച്ചിട്ടുണ്ട്, ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. പക്ഷേ പച്ചയായ ജീവിതത്തിന്റെ യാഥാർത്ഥ്യങ്ങളുമായി ഏറ്റുമുട്ടുമ്പോൾ നമ്മൾ തോറ്റുപോകുന്നു. തോറ്റുപോകരുത്, നാം തോറ്റുപോകരുത്. അതാണ് അല്ലാഹുവിന്റെ ചോദ്യം, അലൈസല്ലാഹു ബികാഫിൻ അബ്ദ. ആ ചോദ്യം നമ്മുടെ ഉള്ളിലേക്ക് തറക്കണം. അതിശക്തമാണ് ആ ചോദ്യം. ആ ചോദ്യത്തിന് മറുപടി നമ്മൾ പറയണം, ഹസ്ബി അല്ലാഹ്, ഹസ്ബി അല്ലാഹ്, ഹസ്ബി അല്ലാഹ്. അല്ലാഹു കൂടുതൽ നമ്മയൊക്കെ ഉൾപ്പെടുത്തുമാറാകട്ടെ. ജീവിതം നമ്മൾ മനസ്സിലാക്കുന്നത് പോലെ പരീക്ഷണമാണ്. അതുകൊണ്ട് തന്നെ ഒറ്റ കാര്യം അല്ലാഹു പരീക്ഷിക്കും, ഒറ്റ കാര്യം. അതിത് മാത്ര, നമുക്ക് അല്ലാഹു മതിയോ എന്ന പരീക്ഷ. വേറൊന്നും നോക്കണില്ല കേട്ടോ. വിവിധ ഇനം പരീക്ഷകളുണ്ട്, പക്ഷെ ഒറ്റ കാര്യമാണ് പരീക്ഷിക്കുന്നത്. എല്ലാം ഒറ്റ കാര്യം. മാലക്കും ലാ തർജൂന ലില്ലാഹി വഖാറ. എന്തേ നിങ്ങൾക്ക് അള്ളാഹുവിനോട് ഒരു റെസ്പെക്ട് തോന്നാത്തത്? എന്തൊരു ചോദ്യം നമ്മൾ ആലോചിച്ചു. എന്തേ? നമ്മൾ ഓർക്കേണ്ടത്, നമ്മൾ മറക്കാൻ പാടില്ലാത്തത്, ഉറക്കിലും ഉണർച്ചയിലും നമ്മൾ മറക്കാൻ പാടില്ലാത്തത്, എന്റെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം നൽകാൻ അള്ളാഹുവിന് മാത്രമേ കഴിയൂ എന്നാണ്. പിന്നലെ ബാക്കിയൊക്കെ ഇപ്പൊ മുദബ്ബിറുൽ കൗൻ, പ്രപഞ്ചത്തെ നിയന്ത്രിക്കാൻ പോലും അള്ളാഹു അല്ലാത്തവരുണ്ട് എന്ന് പറയുന്ന ഒരധോഗതിയിലേക്കാണ് മനുഷ്യന്റെ കിബിർ. ഞാൻ പറഞ്ഞല്ലോ, കിബിർ മാത്രമാണ്, വേറൊന്നുമല്ല, ജഹലൊന്നുമല്ല, വിവരക്കേടല്ല. ഇത് കിബറാണ് മനുഷ്യനെ കൊണ്ട് ചെന്നെത്തിക്കുന്നത്. നിങ്ങൾ ആലോചിച്ചു, അള്ളാഹുവിന് ഒരു മഹത്വം നമ്മൾ കൽപ്പിച്ചില്ല, മറ്റു വസ്തുവകകൾക്കൊക്കെ. നിങ്ങൾ ആലോചിക്കൂ, എന്തിനാണ് അള്ളാഹുവിന്റെയും നിങ്ങളുടെയും ഇടയിൽ ഒരു ഇടയാളൻ? അള്ളാഹുവോട് നേരിട്ട് ചോദിച്ചാൽ പോരെ എന്നൊരു മനുഷ്യൻ ചോദിച്ചതിന് എന്തുമാത്രം അസഹിഷ്ണുതയാണ് നമ്മൾ കണ്ടത്. എന്തുമാത്രം കടുപ്പമുള്ള അസഹിഷ്ണുത മുസ്ലിം സമൂഹത്തിലല്ലേ അത് കണ്ടത്? അള്ളാഹു സുബ്ഹാനഹു വ തആല അത് പറഞ്ഞു വെച്ചു. അള്ളാഹു പറഞ്ഞൊരു വാക്കുണ്ട്, വഇദാ ദുകിറല്ലാഹു വഹ്ദഹു.
വഇദാ ദുകിറല്ലാഹു വഹ്ദഹു, അല്ലാഹുവിനെ കുറിച്ച് മാത്രം പ്രസ്താവിക്കപ്പെട്ടാൽ ഇശ്മഅസ്സത് ഖുലൂബുൽ ലദീന ലാ യുഅ്മിനൂന ബിൽ ആഖിറ. ഇശ്മഅസ്സത്, അസഹ്യത അനുഭവപ്പെടും. ഒരസഹ്യത പോരാ. ആരുടേതാണ്? ഖുലൂബുൽ ലദീന ലാ യുഅ്മിനൂന ബിൽ ആഖിറ. അവിടെയാണ് നമ്മൾ പേടിക്കേണ്ടത്. ആഖിറത്തിൽ വിശ്വസിക്കാത്തവരുടെ ഹൃദയങ്ങൾക്ക് അസഹ്യത തോന്നും. എന്ത്? അള്ളാഹുവിനെ മാത്രം പറഞ്ഞാൽ. തോന്നിയില്ലേ നിങ്ങൾക്ക്? ഞാനിത് പറയുമ്പോൾ ആർക്കെങ്കിലും തോന്നിയോ? ഞാൻ പറഞ്ഞു എന്റെ റാസിഖ് അല്ലാഹ് മാത്രമാണ്, എന്റെ ഷാഫി അല്ലാഹ് മാത്രമാണ്, എന്നെ സംരക്ഷിക്കുന്നവൻ, എന്റെ പ്രൊട്ടക്ടർ, എന്നെ സംരക്ഷിക്കുന്നവൻ അല്ലാഹു മാത്രമാണെന്ന് പറയുമ്പോൾ എന്താ ഇയാൾ പറയണത്? തോന്നിയോ അങ്ങനെ? അല്ലെങ്കിൽ പോരാന്ന് തോന്നിയോ? അതാണ് ഇശ്മഅസ്സത് എന്ന് പറഞ്ഞ അവസ്ഥ. അസഹ്യത. ആ പറഞ്ഞത് അബദ്ധമാണ് എന്നാരെങ്കിലും പറഞ്ഞോ? പറയാൻ തോന്നിയോ അങ്ങനെ? എന്നിട്ടോ വഇദാ ദുകിറല്ലദീന മിൻ ദൂനിഹി, വഇദാ ദുകിറല്ലദീന മിൻ ദൂനിഹി, അല്ലാഹു അല്ലാത്ത, അല്ലാഹുവിന് പുറമെയുള്ളവരെ പറ്റി പറഞ്ഞാലോ ഇദാഹും യസ്തബ്ശിറൂൻ, അവർ ഭയങ്കര ഹാപ്പിയായിരിക്കും. ആ മതി, സമ്മതിച്ചു. അള്ളാഹിനെ കുറിച്ച് മാത്രം പറഞ്ഞാലോ ഭയങ്കര പ്രശ്നം. നമ്മൾ കണ്ടില്ലേ ഇത് സഹോദരന്മാരെ? നമ്മൾ കണ്ടല്ലോ മുസ്ലിം സമൂഹത്തിലെ ഒരു വലിയ കൂട്ടം ആളുകൾ ഇപ്പോഴും അങ്ങനെയാണ്. ഇത് ഞാൻ പറയുന്നത് ജഹലല്ല, വിവരക്കേടല്ല, ഇത് ഒരിക്കലും അല്ല. ഇത് കിബ്റാണ്. രണ്ട് കാര്യം പറഞ്ഞല്ലോ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാ. ഒന്ന് റിയാ ആണ്. അമലുകളും ഇബാദത്തുകളുമൊക്കെ റിയാഇന് വേണ്ടിയായി, ഒക്കെ പ്രകടനായില്ലേ. സ്പീക്കർ ഇല്ലാത്ത വല്ല ദിക്റും കേട്ടോ നിങ്ങൾ? എല്ലാത്തിനും സ്പീക്കർ വേണം, ഒച്ച വേണം, ബഹളം വേണം, എല്ലാവരെയും ഉണർത്തണം, ഭയങ്കര പ്രകടനപരത. കണ്ടില്ലേ? സക്കാത്തും സദക്കയും കൊടുക്കുന്നിടത്ത് പോലും എത്ര ഫോട്ടോഗ്രാഫേഴ്സ് വേണം, എന്നിട്ട് രണ്ടാമത് അഭിനയിക്കല്ലേ. എവിടെ എത്തി നമ്മൾ? എന്ത് മാരകമായ വിപത്തിലേക്കാ പോകുന്നത്? സക്കാത്ത് വാങ്ങുന്നവന്റെയോ സദക്ക വാങ്ങുന്നവന്റെയോ ഹൃദയത്തിന്റെ ഉള്ളിലേക്ക് നോക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് കണ്ണ് തന്നില്ലല്ലോ. പക്ഷേ ആ അല്ലാഹു നമ്മളോട് പറഞ്ഞു തന്നു എങ്ങനെ ചെയ്യണമെന്ന്. പക്ഷേ ഇത് നമ്മൾ വിട്ടുപോയി. അതുകൊണ്ട് ഇതിന്റെയൊക്കെ വീര്യം പോയി. രണ്ടാമത്തേത് കിബറാണ്, അഹങ്കാരം വന്നു മനുഷ്യൻ. ഇത് രണ്ടിന്നും രക്ഷപ്പെടണം സഹോദരന്മാരെ, ഇത് രണ്ടിന്നും രക്ഷപ്പെടണം. നമ്മൾ മനസ്സിലാക്കേണ്ടത് നമുക്ക് ദുനിയാവിലും നമ്മൾ ജീവിച്ചിരിക്കുമ്പോഴും നമ്മൾ മരിച്ചാലും നമ്മുടെ ബർസഖിയായ ജീവിതത്തിലും നമ്മുടെ ആഖിറത്തിലും ഒക്കെ നമുക്ക് അല്ലാഹ് മതി. ഇതിനൊക്കെ എല്ലായിടത്തും അല്ലാഹ് മതി, അല്ലാഹു മാത്രം മതി, ഹസ്ബി അല്ലാഹ് എന്ന് വരുമ്പോൾ മാത്രമേ ഈ വിശ്വാസം കൊണ്ട് നമ്മൾ രക്ഷപ്പെടൂ. ഈ ഒരു വിശ്വാസം ഉണ്ടെങ്കിലോ നമ്മൾ രക്ഷപ്പെടും. ഒരു സംശയം വേണ്ട. അല്ലാഹു പൊന്നുപോലെ നമ്മളെ സംരക്ഷിക്കും. അത് അല്ലാഹ് ഏറ്റെടുത്ത ബാധ്യത. അല്ലാഹു പൊന്നുപോലെ സംരക്ഷിക്കും. അല്ലാഹു വലിയ്യുൽ ലദീന ആമനു യുഖ്രിജുഹും മിനൽ-ളുലുമാതി ഇലൻ-നൂർ. ഏത് ഇരുട്ടുകളിലാണ് നിങ്ങളെങ്കിൽ പോലും പ്രകാശത്തിലേക്ക് കൊണ്ടുവരും. ഏത് പ്രതിസന്ധികളിലാണ് നിങ്ങളെങ്കിൽ പോലും ആ പ്രതിസന്ധികൾക്ക് മുമ്പിൽ വലിയ പരിഹാരം കാണിച്ചു തരുന്നു. അതാണ് നമ്മൾ ഉറച്ചു വിശ്വസിക്കണം. ഒന്ന്, നമുക്ക് എല്ലാറ്റിനും അല്ലാഹു മതി. രണ്ടാമത്തേത്, തവക്കുൽ ചെയ്യാൻ, ഭരമേൽപ്പിക്കാൻ അല്ലാഹു മതി. അതൊക്കെ പ്രവാചകന്മാരിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചു. മൂന്നാമത്തേത്, നമുക്ക് പ്രൊട്ടക്ടറായി, സംരക്ഷകനായി അല്ലാഹു മതി. ഇവിടേക്കാണ് നാം വരേണ്ടത്. സഹോദരന്മാരെ, ഇതിൽ നിന്നാണ് ഉമ്മത്ത് വ്യതിചലിച്ചു പോകുന്നത്. മുസ്ലിം ഉമ്മത്ത് വ്യതിചലിച്ചു പോകുന്നത് ഇതിൽ നിന്നാണ്. ഇതിലേക്ക് തിരിച്ചു വരണം. ഇതിൽ നിന്ന് വ്യതിചലിച്ചു പോകുമ്പോൾ നമ്മുടെ ഉമ്മത്ത് എത്തുന്നത് ഷിർക്കിലേക്കാണ്. നൂഹ് നബി അലൈഹിസ്സലാമയുടെ സമൂഹത്തിലാണ് ആദ്യം ഷിർക്ക് വന്നത്. നമുക്കറിയാം ഷിർക്കിന്റെ ചരിത്രമെന്ന് പറയുന്നത്. നല്ല കുറെ മനുഷ്യന്മാരുണ്ടായിരുന്നു. വദ്, സുവാഅ്, യഗൂസ്, യഊഖ്, നസ്ർ എന്ന് പറഞ്ഞ മനുഷ്യന്മാർ നൂഹ് നബിയുടെ കാലത്ത് ജീവിച്ചിരുന്നു. നല്ല മനുഷ്യന്മാരായിരുന്നു. പക്ഷെ അവർ മരിച്ചുപോയപ്പോൾ അവരുടെ ചില പ്രതിമകൾ ഉണ്ടാക്കി വെച്ചു, ഓർമ്മയ്ക്ക് വേണ്ടി. പിൽക്കാലത്ത് അവ ആരാധിക്കപ്പെട്ടു. അങ്ങനെയാണ് ലോകത്താദ്യമായി ഷിർക്ക് വരുന്നത്. അപ്പൊ ഷിർക്ക് വരുന്ന ഒന്നാമത്തെ വഴി അതാണ്. അനാവശ്യമായ ആദരവുകൾ വേണ്ട. അത് ശരിക്ക് ശ്രദ്ധിക്കേണ്ടതൊന്നും.
അതുകൊണ്ടാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല പറഞ്ഞല്ലോ, അശ്ശിർകു ഫീ ഉമ്മത്തി അഖ്ഫാ മിൻ ദബീബിൻ നംലി അല സഫാ. സഫാ മലയുടെ മുകളിൽ ഉറുമ്പരിക്കുന്നതിനേക്കാൾ ലോപമായ രീതിയിൽ എന്റെ ഉമ്മത്തിലേക്ക് ശിർക്ക് കടന്നു വരുന്നു. അല്ല പോരാന്നുള്ള തോന്നൽ വളരെ ലോപമായ രീതിയിൽ കടന്നു വരും. രണ്ടാമതായി നമ്മുടെ ഉമ്മത്തിലേക്ക് ശിർക്ക് വന്നത് ഖബറുകളിലൂടെയാണ്. കെട്ടിയുയർത്തപ്പെട്ട മക്ബറകൾ, ആരുമില്ലാതെ അതിനെക്കുറിച്ച് പറയാനൊന്നും. പുതിയതിങ്ങനെ വരിക, പുതിയ സാധനങ്ങൾ ഇങ്ങനെ വരും, പുതിയ ആളുകൾ മരിക്കുന്നു, പുതിയ മക്ബറകൾ വരുന്നു. എന്തിനാ ശരിക്ക് ഖബർ സിയാറത്ത്? ഖബർ സിയാറത്ത് രണ്ട് സംഗതിക്ക് വേണ്ടിയാണ്. ഒന്ന്, നമുക്ക് മരണചിന്തയുണ്ടാകാൻ. രണ്ട്, ആ ഖബറിൽ കിടക്കുന്ന ആൾക്ക് വേണ്ടി ദുആ ചെയ്യാൻ. ഞാൻ എൻ്റെ ഉപ്പൻ്റെ ഉമ്മൻ്റെ ഖബറിൻ്റെ അടുത്ത് പോകുന്നത് അതിനാണ്. അതിലപ്പുറമുള്ള ഒരു ചിന്തയിലേക്ക് ഖബർ സിയാറത്തുകൾ പോയി. ഇന്നത്തെ ഈ മക്ബറകളിൽ നടക്കുന്ന ഖബർ സിയാറത്ത് എന്തിനുള്ളതാ? ഒന്ന്, ഖബറാളിയോട് പ്രാർത്ഥിക്കാൻ. രണ്ട്, ആ വലിയന്റെ മക്ബറ സന്ദർശിച്ചാൽ അള്ളാഹുവിന്റെ അടുപ്പം കിട്ടും എന്നതിനാൽ. മൂന്ന്, അള്ളാഹുവിന്റെ എനിക്കൊരു പറയാനുള്ള കാര്യം അള്ളാഹുവിനോട് നേരിട്ട് പറയാതെ ഈ ഖബറാളിയോട് പറഞ്ഞിട്ട് ആ ഖബറാളി അങ്ങോട്ട് പറയും. ഇത് മൂന്നും അബദ്ധമാണ്. മൂന്നും അബദ്ധമാണ്, നമ്മുടെ ജീവിതത്തിലേക്ക് വരാൻ പാടില്ലാത്തതാണ്. ഇത് ശിർക്കോ അല്ലെങ്കിൽ ശിർക്കിലേക്ക് എത്തിക്കുന്നതോ ആണ്. നമ്മൾ ബോധവാന്മാരാകണം സഹോദരന്മാർ. ഇതിനെക്കുറിച്ച് നമ്മൾ ബോധവാന്മാരായിട്ടില്ലെങ്കിൽ നമ്മൾ നശിച്ചു പോകും. നമ്മളെ നശിപ്പിക്കാൻ വേണ്ടി ആളുകൾ കാത്തുകെട്ടി കിടക്കുക. കാരണം ഈ മുസ്ലിം ഉമ്മത്തിന്റെ വീര്യമാണ് എല്ലാവരുടെയും പ്രശ്നം. മുസ്ലിം ഉമ്മത്തിന്റെ വീര്യം തൗഹീദിലാണ്, തവക്കുലിലാണ്, ഈമാനിലാണ്, അല്ലാതെ വോട്ട് ബാങ്കിലല്ല. അത് ചില്ലറ പ്രശ്നമാണ്. നമ്മളെല്ലാവരും മനസ്സിലാക്കണം. നമ്മുടെ സമ്പത്തിലല്ല, അല്ല, ഒരിക്കലുമല്ല. നമ്മുടെ മറ്റേതെങ്കിലും സൗകര്യങ്ങളിലല്ല. അതുകൊണ്ടാണല്ലോ നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ സാധനം നോക്കൂ, ഖബർ എന്ന് പറഞ്ഞാൽ എങ്ങനെയായിരിക്കണം? നിങ്ങൾ മക്കയിലും മദീനയിലൊക്കെ പോയപ്പോൾ കണ്ടില്ലേ? പോയിരില്ലേ അവിടെ? എങ്ങനെയാണ് ഖബർ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പച്ചയായി നബി നിരോധിച്ച ഒരു കാര്യമാണ് അൻ യുജസ്സിസൽ ഖബറ. ഖബറിനെ നമ്മൾ കുമ്മായം തേക്കാൻ പാടില്ല. ശരിക്കും ശ്രദ്ധിച്ചോ എല്ലാവരും? ഒരാളും തേക്കരുത്. ഒരു കല്ല് വെച്ച് എന്റെ ഉമ്മന്റെ ഖബർ ഒന്ന് പ്രൊട്ടക്ട് ചെയ്യണം, വേണ്ട. എന്തേ? അല്ലാഹുവിന്റെ റസൂൽ നിരോധിച്ചതാ. പറ്റൂല. ഇമ്മ കുമ്മായം ഇടരുത്, സിമന്റ് ഇടരുത്. സിമന്റിന്റെ ഒരു അംശമുള്ള ഒന്നും ഖബറിൽ ഉണ്ടാകാൻ പാടില്ല. ഖബറിന്റെ അടുത്ത് പോയി ഇരിക്കാൻ പാടില്ല. ബെഞ്ച് സ്റ്റൂളൊക്കെ ഇട്ട് അവിടെ ഇരിക്കേ. ആര് പറഞ്ഞു ഇരിക്കാൻ? ആര് കാണിച്ചു തന്നു? ഖബറിന്റെ മേലെ പൊക്കിക്കൂടാ, ബിൽഡിംഗ് ഉണ്ടാക്കിക്കൂടാ. ഇത് അള്ളാഹുവിന്റെ റസൂല് പച്ചയായി നിരോധിച്ച സംഗതിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താകുന്നതിന്റെ നിമിഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞൊരു വാചകം എന്താ? ലഅനല്ലാഹു അൽ യഹൂദ വന്നസാറ. ലഅനല്ലാഹു അൽ യഹൂദ വന്നസാറ. ജൂതനെയും ക്രിസ്ത്യാനെയും അള്ളാഹു ശപിച്ചിരിക്കുന്നു. എന്താ കാരണം? ഇത്തഖദു ഖുബൂറ അംബിയാഇഹിം മസാജിദ്. അവരുടെ പ്രവാചകന്മാരുടെ ഖബറുകൾ സുജൂദ് ചെയ്യുന്ന ഇടമാക്കി അവർ മാറ്റി. അള്ളാഹുവിന്റെ റസൂലിന്റെ പ്രാർത്ഥനയായിരുന്നു, അല്ലാഹുമ്മ ലാ തജ്അൽ ഖബരി വസനൻ യുഅബദ്. അല്ലാഹ് ആ പ്രാർത്ഥന സ്വീകരിച്ചു. അള്ളാഹുവേ, എന്റെ ഖബർ ആരാധിക്കപ്പെടുന്ന ഒരു കേന്ദ്രമാക്കരുതേ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചു. ഞാൻ പറഞ്ഞു വന്നത് ഒറ്റ കാര്യമാണ്, ഒരു ചോദ്യമാണ്. സൂറത്ത് സുമറിലെ 36-ാമത്തെ വചനമാണ് ആ ചോദ്യം. അലൈസല്ലാഹു ബിഖാഫിൻ അബ്ദ. ആ ചോദ്യത്തിലെ ഉത്തരം 38-ാമത്തെ ആയത്തിന്റെ അവസാനമുണ്ട്, ഹസ്ബി അല്ലാഹ്. അവിടുന്ന് പോകരുത്. നമ്മൾ അവിടുന്ന് പോയാൽ നമ്മൾ തകർന്നു പോകും. നമ്മളെ പ്രതിസന്ധികളുടെ യഥാർത്ഥ കാരണം അതാണ്. നമുക്ക് ഉറക്കെ പറയാൻ കഴിയണം, ഞങ്ങൾക്ക് അല്ലാഹു മതി, ഹസ്ബുനല്ലാഹ് വനിഅമൽ വക്കീൽ. അത് നമ്മുടെ ഹൃദയത്തിൽ നിന്ന് വരണം, നമ്മുടെ പ്രവൃത്തി പദങ്ങളിൽ വരണം. അപ്പോൾ ഒരു പ്രതിസന്ധികൾക്കും ഒരു പരീക്ഷണങ്ങൾക്കും നമ്മളെ പിടിച്ചു കുലുക്കാൻ പറ്റില്ല. ഒരു രോഗം വന്നാലും, ഒരു സാമ്പത്തിക പ്രതിസന്ധി വന്നാലും, ഒരു പ്രശ്നം വന്നാലും നമ്മൾ കുലുങ്ങൂല. കാരണം എന്താ? ഹസ്ബി അല്ലാഹ്. നട്ടപ്പാതിരക്ക് എനിക്ക് രഹസ്യം പറയാൻ, എന്റെ പ്രതിസന്ധികളെക്കുറിച്ച് വർത്തമാനം പറയാൻ എനിക്കൊരു റബ്ബുണ്ട്. ആ റബ്ബെന്നെ കേൾക്കും. അവൻ സമീഅാണ്. അവൻ എനിക്ക് ഉത്തരം നൽകും. അവൻ മുജീബാണ്. നമുക്ക് മനസ്സിലാകാതെ പോയ ഒരൊറ്റ പദമുണ്ട് ഖുർആനിൽ. അതെന്താ അറിയോ? വഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ്.
ആ ഖരീബ് എന്നുള്ള പദം മനസ്സിലായില്ല. ഖരീബ് എന്ന് പറഞ്ഞാൽ എന്താ? അടുത്ത് നിൽക്കുന്നവൻ. ആ അടുപ്പം ഒന്നുകൂടി അള്ളാഹു പറഞ്ഞു, അഖ്റബു ഇലൈ വനഹ്നു അഖ്റബു ഇലൈഹി മിൻ ഹബ്ലിൽ വരീദ്. അവന്റെ കണ്ടനാടിയേക്കാൾ, അതാണിത്, ഇതിനേക്കാൾ നാമാണ് അവനോട് അടുത്തവൻ. പക്ഷെ ആ അടുപ്പം നമുക്ക് മനസ്സിലായില്ല. അതുകൊണ്ട് നമ്മൾ അള്ളാഹിനോട് പറഞ്ഞില്ല. ആരോട് പറഞ്ഞു? മറ്റെല്ലാരോടും പറഞ്ഞു. ഈ ഖരീബ് എന്നുള്ളത് ഒന്നുകൂടി നമ്മൾ ഉറപ്പിക്കണം. ഖരീബ് എവിടെ നോക്കൂ, 3 ആള് നമ്മൾ സ്വകാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ 4-മനായി അള്ളാഹു ഉണ്ട്, അല്ലേ? അതല്ലേ അള്ളാഹു താല അള്ളാഹിനെ പരിചയപ്പെടുത്തി പറഞ്ഞു. സഹോദരന്മാരെ, നമ്മൾ ആരോടാ പറയേണ്ടത്? ആരാണ് നമ്മുടെ വലിയ, ആരാണ് നമ്മളെ സംരക്ഷിക്കുന്നവൻ? ഖരീബായ, സമീആയ, മുജീബായ റബ്ബാണ്. ഖരീബ്. മറന്നുപോകരുത് ഇതൊന്നും. റബ്ബിനോട് ഇനി പ്രാർത്ഥിക്കുമ്പോ യാ അള്ളാന്ന് മാത്രം പറഞ്ഞാൽ പോരാ, യാ ഖരീബ് പറയും. എന്റെ ഏറ്റവും അടുത്തുള്ളവനെ, എന്റെ എല്ലാം കേൾക്കുന്നവനെ, എന്റെ എല്ലാം അറിയുന്നവനെ, എനിക്കുത്തരം നൽകുന്നവനെ. അപ്പോഴല്ലേ മണിമണി പോലെ എല്ലാ പ്രതിസന്ധികളും ഇങ്ങനെ പരിഹരിക്കണം നമുക്ക് കാണാൻ സാധിക്കും. അള്ളാഹു കൂട്ടത്തിൽ നമ്മയൊക്കെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. റഹമുറഹിബിനായ റബ്ബേ, ഞങ്ങൾ രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരു സഹോദരനും ഒരു സഹോദരിയും പ്രത്യേകമായി ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. അല്ലാഹുവേ, അവരുടെ രോഗത്തിന് നീ ശമനം നൽകണമേ, അവർക്ക് ആശ്വാസം നൽകണമേ, സമാധാനം നൽകണമേ. പരീക്ഷണങ്ങളിൽ പിടിച്ചു നിൽക്കാനുള്ള കരുത്ത് അവർക്കും ഞങ്ങൾക്കും നീ നൽകണമേ. അർഹമുറഹിമിനായ റബ്ബേ, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ഞങ്ങളുടെ സഹോദരങ്ങൾക്ക് നീ ആശ്വാസവും സമാധാനവും നൽകണമേ. اللهم أعز الإسلام والمسلمين، اللهم أعز الإسلام والمسلمين، اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم انصر إخواننا المسلمين في كل مكان، اللهم انصر إخواننا المسلمين في فلسطين، اللهم انصرهم نصر عزيز مقتدر. اللهم دمر أعداءك أعداء الدين، اللهم دمر أعداءك اليهود يا رب العالمين. ربنا تقبل منا إنك أنت السميع العليم، وتب علينا إنك أنت التواب الرحيم. اللهم اغفر لنا وللمؤمنين جميعا يا رب العالمين. اللهم اغفر للمؤمنين والمؤمنات الأحياء منهم والأموات، إنك مجيب الدعوات يا قاضي الحاجات. ربنا اغفر لنا ولوالدينا ورب ارحمهما كما ربيانا صغيرا. ربنا اغفر لنا ذنوبنا وإسرافنا في أمرنا وثبت أقدامنا وانصرنا على القوم الكافرين. توفنا مسلمين والحقنا بالصالحين برحمتك يا أرحم الراحمين. صلى الله وسلم على سيد المرسلين وعلى آله وصحبه أجمعين، والحمد لله رب العالمين.